നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് യൂണിവേഴ്സ് നമുക്കിന്ന് തരുന്ന ഗൈഡൻസ് എന്താണ്, മെസ്സേജസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് റീഡിംഗ് ചെയ്യുന്നത്. റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ്. Knight of Cups, Hanged Man, Two of Cups, Strength ആണ്. Five of Wands, ഒരെണ്ണം കൂടെ എടുക്കാം. Ace of Wands. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് സ്റ്റാർ കാർഡാണ്. നിങ്ങൾക്ക് ഇന്നൊരു മാനസാന്തരം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രോമയിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. അത് കൂടുതൽ ഒരു റിലേഷൻഷിപ്പിലാകാം. ഇത് ടു ഓഫ് കപ്സിൻ്റെ ഒരു കാർഡും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിലുണ്ടായ എന്തെങ്കിലും ഒരു ഈ അവസ്ഥയിൽ നിന്ന് ഒരു പുനർജന്മം കിട്ടിയ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ. അത് ചിലപ്പോൾ കാർമികമായിട്ടുള്ള എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ നടന്നിട്ടുണ്ടാവാം. നിങ്ങളിപ്പോൾ അതിനെ വേറൊരു ആംഗിളിൽ നിന്ന് നോക്കി കാണുന്നുണ്ട്. ഇവിടെ ഹാങ്ഡ് മാനും വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഇത്ര നാൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമല്ല ശരി, നിങ്ങളുടെ ആ വിശ്വാസമല്ല ശരി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. അപ്പം നിങ്ങൾക്കൊരു പുതിയ പ്രതീക്ഷയും വിശ്വാസവും നിങ്ങൾ തന്നെ ഒരു വിശ്വാസവും ഒക്കെ ഉണ്ടാവുന്ന ഒരു ദിവസമാണ് ഇന്ന്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ കൃത്യമായി നടക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇന്ന് ചില യാത്രകൾ ഉണ്ടാവാം. അപ്പോൾ അത് എന്തിനും ചിലപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണതിനെ കുറിച്ച് ചിന്തിക്കുന്ന അതിൻ്റെ ഒരു ഡിസ്കഷനോ എന്ത് കാര്യത്തിനാണെങ്കിലും ആ കാര്യത്തിൽ മുന്നോട്ട് പൊക്കോളാനാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് യാത്രകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം, അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിന് കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അടുത്തത് ഹാങ്ഡ് മാൻ ആണ്. എല്ലാ കാര്യങ്ങളും വേറൊരു ആംഗിളിൽ കൂടി നമ്മളിപ്പോൾ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ സാധിക്കും. എല്ലാ മനുഷ്യരും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഴയ ചിന്തകളും സാഹചര്യങ്ങളിലും തളച്ചിടപ്പെടരുത്. പഴയ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ, പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും വിഷമകരമായ കാര്യങ്ങളിൽ നമ്മൾ അതിൻ്റെ ഓർമ്മകൾ ഇവരൊക്കെ സങ്കടപ്പെട്ടിരിക്കാൻ ചില ആളുകൾക്കൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലാത്ത കാര്യങ്ങൾ പാസ്റ്റിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളാണെന്ന് വിശ്വസിച്ച് അതവിടെ കളയാൻ ശ്രമിക്കുക, നമ്മുടെ ഓർമ്മകളിൽ നിന്ന് കളയാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതോർത്തിരുന്നിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനാണ് പറയുന്നത്. ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ ഇന്നത്തെ ദിവസം കണ്ടുമുട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മളൊരു കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും ആയിരുന്നിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർ, അതായത് നമ്മൾ കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളാണ്. ചിലർക്ക് അതൊരു കാർമികമായിട്ടുള്ള റിലേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്.
ആളുമായിട്ട് ഇന്നത്തെ ദിവസം നമ്മളെ കണ്ടുമുട്ടാനൊരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. 4 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഇന്ന് ആരോടെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുക വഴക്കിടാനൊക്കെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ഇങ്ങോട്ട് എന്തെങ്കിലും വഴക്കിനോ കാര്യങ്ങൾക്കോ ഒക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാനാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നിങ്ങളത് ഒഴിച്ചു വിടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. പേജ് ഓഫ് സോൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിന്ന് പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഒക്കെ ഉള്ളൊരു എന്താ പറയുക ആകാംക്ഷ ഉണ്ടാവും. അത് നിങ്ങൾക്ക് നല്ലൊരു പുതിയ ആശയങ്ങളും അവസരങ്ങളും ഒക്കെ നിങ്ങളുടെ ആ കാര്യത്തെക്കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ കാര്യങ്ങൾ ഒരു പുതിയ അവസരങ്ങൾ ഓപ്പണായിട്ട് വരും, പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് വരും. അതിനുള്ള അവസരങ്ങൾ ഉണ്ടെന്നാണ് ഇന്നത്തെ ദിവസം കാണിക്കുന്നത്. സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ബോൾഡായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുപോലെ എല്ലാ കാര്യങ്ങളെയും വളരെ വ്യക്തതയോടെ നോക്കി കാണുന്നു എന്നാണ്. ആരെയും ആശ്രയിക്കാതെ തന്നെ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയും അത് നടപ്പിലാക്കാനുള്ള ഒരു ബോൾഡ്നെസ്സും നിങ്ങൾക്കിന്ന് കാണിക്കുന്നുണ്ടെന്നാണ് പറയണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വരുന്ന റീഡിങ്സ്. അപ്പോൾ എൻ്റെ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.